അറിയത്തില്ലെന്നായിരിക്കും. നാട്ടുകാരൊക്കെ അറിഞ്ഞു. താങ്കൾ ഷാജഹാനല്ലേ? ഷാജഹാൻ SDP-യുടെ പ്രവർത്തകൻ. എന്തൊരു ആവേശല്ലേ! ഷാജഹാൻ എന്നല്ലേ പേര്. ഒരു പാർട്ടിന്റെ പേരും വല്ലാതെ എടുത്തു പറയുന്നുണ്ട്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, അത് വേറെ പ്രശ്നം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. പക്ഷേ ആ കളവ് നടത്തിയ ആ ചങ്ങായി ആ പാർട്ടിക്കാരനല്ല. എന്നിട്ടും ആ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ആവേശമില്ല. ഈ മൊട്ടാരൂന് വളരെ ഇത്രയും വൃത്തികെട്ട ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമ പ്രവർത്തകൻ സത്യത്തിൽ കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇവിടെ കൊട്ടക്കണക്കിൽ, കിലോ കണക്കിൽ ഇവിടെ സ്വർണ്ണങ്ങളാണ് ഓരോരുത്തർ കട്ടുപോണത്. കേരളത്തിലെ പല അമ്പലങ്ങളിൽ നിന്നൊക്കെ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും അതുപോലെ തന്നെ ശബരിമല അമ്പലത്തിൽ നിന്നും കേരളത്തിലെ മറ്റ് പല അമ്പലങ്ങളിൽ നിന്നൊക്കെ കൊട്ടക്കണക്കിൽ, കിലോ കണക്കിൽ സ്വർണ്ണങ്ങൾ ഈ പഹന്മാർ കട്ടുപോകുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു ചർച്ച നടത്താനോ ഒന്നും ഈ ചങ്ങായി തയ്യാറില്ല. കാരണം അവരെ ചെറുപ്പ് നക്കിയാണ് ഈ നായി. അതുകൊണ്ടാണ് ഈ മൊട്ടയ്ക്ക് ഇത്രമാത്രം. എന്തൊരു ആവേശമാണ്! ഷാജഹാനല്ലേ എന്നല്ലേ പേര്, ഷാജഹാൻ എന്നല്ലേ പേര്. എന്താടോ, കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരു സ്വർണ്ണ മോഷണം പോകുന്നത്? എത്രയോ ആളുകൾ, എത്രയോ കള്ളന്മാർ അത്തരത്തിലുള്ള സാഹചര്യത്തിനനുസരിച്ച് പല കള്ളത്തരങ്ങളും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഓരോ പാർട്ടിയും ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണോ പത്രമാധ്യമങ്ങളൊക്കെ ഇതേമാതിരി റിപ്പോർട്ട് ചെയ്യൽ? എന്താടു ചങ്ങായി മൊട്ടേ, ഒരു ഇത്രയും നാറി കേരളത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാനിപ്പോഴും പറയും, ഞാൻ ആ പാർട്ടിക്കാരനല്ല. എന്നിരുന്നാലും ആ ഒരു പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ആ ചങ്ങായിനെ ആ പാർട്ടിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നത്, അതിൽ ആ പാർട്ടിയിൽ ഒരു ഭാരവാഹിയുമല്ല. പക്ഷെ എന്തിനാണ് ഇത്രമാത്രം വൃത്തികെട്ട ഈ പത്രമാധ്യമത്തിലൊക്കെ ഈ സ്റ്റുഡിയോയിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ വേണ്ടാത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? ഇനിയെങ്കിലും ഒന്ന് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാർത്തകളെങ്കിലും പറയാൻ നോക്കായിരുന്നു.